അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുലൈമാൻ. ഇവിടെ സമീപത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ജിന്നിനോട് സഹായം തേടുന്ന ഒരാളും നമ്മളെ കൂട്ടത്തിലില്ല. അൽഹംദുലില്ലാ, അത് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം തന്നെയാണ്. എൻ്റെ അറിവിലും അങ്ങനെ ഇതുവരെ മുജാഹിദിൽ ഒരാൾ അല്ലെങ്കിൽ സലഫിയിൽ ഒരാളും തന്നെ ജിന്നിനോട് സഹായം തേടാമെന്നൊരു അഭിപ്രായമുള്ളവരായിട്ട് കേരളത്തിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അത് സത്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളൊരു വാദമുണ്ട്, അത് അദ്ദേഹം പറഞ്ഞില്ല. അതായത് നമ്മുടെ പരിധിയിൽ ഒരു ജിന്നുണ്ട് എങ്കിൽ ആ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ അത് ശിർക്കല്ല, ഹറാമാണ് എന്നൊരു വിഭാഗവും, അല്ല അത് ശിർക്കാണ് എന്നൊരു വിഭാഗവും. ഇങ്ങനെ രണ്ട് ആശയം ഇവിടെ കേരളത്തിലുണ്ട്. അത് അദ്ദേഹം സൂചിപ്പിച്ചു. നല്ല പ്രബോധനാണെങ്കിൽ അതും കൂടി പറയേണ്ടതായിരുന്നു. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാണ്. വിജനമായ ഒരു മരുഭൂമിയിൽ അകപ്പെട്ട ഞാൻ, അവിടെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അവിടെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം ജിന്നുകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ, അതല്ല ശിർക്കല്ലാത്ത ഹറാമാണോ, അതല്ല ജായിസാണോ? പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പ്രതീക്ഷിക്കുന്നു. ശരി, ഒരു കാര്യം സൂചിപ്പിക്കുന്ന നേരത്തെ ആയത്തോടെ ഇപ്പോ വലഖദ് ഊഹിയ എന്ന് ഓതി, അതല്ല ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി എന്നാണ് ആയത്തിലുള്ളത്. തെറ്റായതാണ്. അല്ലാഹു പുറത്തിരട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ട ഒരാൾ അവിടെയുള്ള മുസ്ലിം ജിന്നുകൾ സഹായിക്കുമെന്ന് കരുതി സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണോ, ഹറാമാണോ, ജായിസാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന തത്വം. വിജനമായ മരുഭൂമിയിൽ മാത്രം ഒരു ശിർക്ക് വരില്ല. ശിർക്കും തൗഹീദും വേർതിരിയുന്നത് മരുഭൂമിയാണോ മരഭൂമിയാണോ എന്ന് നോക്കിയിട്ടല്ല, വിജനപ്രദേശമാണോ ജനപ്രദേശമാണോ എന്ന് നോക്കിയിട്ടുമല്ല. ഇത്രയും ആളുകൾ കൂടിയ ഈ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് നിങ്ങളിപ്പോൾ ജിന്നിനോട് സഹായം തേടിയാൽ അതിന്റെ വിധി എന്തോ അതേ വിധിയാണ് വിജനപ്രദേശത്തുമുള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾ ഒരു മനുഷ്യനോട് തേടിയാൽ എന്ത് വിധിയാണുള്ളത്? അതേ വിധിയാണ് വിജനപ്രദേശത്തുള്ളത്. അത് തന്നെയാണ് കരയിലും കടലിലും എല്ലാം ഉള്ളത്. പല ആളുകളുടെയും ധാരണ, താങ്കളെ പറ്റിയല്ല, പല ആളുകളുടെയും ധാരണ വിജനപ്രദേശത്ത് ആരുമില്ലാതെ ഒറ്റക്കാകുമ്പോഴാണ് ദുആ വരിക. അത് ശരിയല്ല. നമ്മൾ സുഖമായി വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് നല്ല സോഫയിൽ ചാരിയിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ സംഗതി പ്രാർത്ഥന ആക്കാൻ വേണ്ടി വിജനപ്രദേശത്ത് പോയി കുടുങ്ങണം എന്നില്ല. അത് എവിടുന്നായാലും പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ട് ദുആ എന്നുള്ളത് നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ചെന്താ? ഞാൻ നേരത്തെ വായിച്ചു, ഇസ്ലാഹിൽ കരുവമ്പൂർ എഴുതിയത്, വിജിന്നത്തിൽ കരുവമ്പൂർ എഴുതിയത്. ഇതിൽ നോക്കി മനസ്സിലായി ദുആ എന്ന് പറയാൻ എന്താ? റബ്ബല്ലാത്തത് പ്രാർത്ഥിക്കുക എന്നാണല്ലോ ദുആ. അതാണ് ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം സഹായം തേടുന്നു. ആ സഹായത്തേട്ടമാണ് ദുആ. ആ തേട്ടമാണോ നിങ്ങൾ വിജനപ്രദേശത്ത് ജിന്നോട് നടത്തിയത്? ശിർക്കന്നെ. ആ തേട്ടം ഇവിടെ നടത്തിയാലോ? ശിർക്കന്നെ. ഇവിടെ ജനങ്ങളുണ്ടല്ലോ, പിന്നെ എങ്ങനെ ശിർക്കാകുക? അതിന് പ്രസക്തിയില്ല. ജനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് ജിന്നിലേക്ക് പോയാൽ ശിർക്ക്, ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത് മലക്കിനോട് പോയാൽ ശിർക്ക്. അത് വിജനപ്രദേശത്തും ശിർക്ക്, ജനപ്രദേശത്തും ശിർക്ക്. അത് മരുഭൂമിയിലും ശിർക്ക്, മരുഭൂമിയിലും ശിർക്ക്. അത് എവിടെ വന്നാലും ശിർക്ക് തന്നെ. അല്ല അവിടെ എത്തുമ്പോൾ മാത്രം ശിർക്കല്ലാതാകുക, ഇവിടെ എത്തുമ്പോൾ തിരിച്ച് ശിർക്കാകുക, പിന്നെ എവിടെയും പോയി കൊടുക്കുമ്പോൾ അപ്പ ശിർക്കല്ലാതാവുക എന്ന ഒരു വകുപ്പില്ല. ഇനി മുസ്ലിം ജിന്ന് കാഫിർ ജിന്ന് അതും ശിർക്ക് തൗഹീദിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. മുസ്ലിം ഇൻസും കാഫിർ ഇൻസും തമ്മിൽ വ്യത്യാസം ഉണ്ട് ആവശ്യത്തിൽ. മൊഹീദ്ദീൻ ശൈഖോട് തേടിയ ശിർക്കല്ല, എന്നാ ഗുരുവായി പോയി തേടിയ ശിർക്ക് എന്നൊന്നുണ്ടോ? ഇല്ല. ശിർക്കായ തേട്ടം ഗുരുവായി പോയി തേടിയ ശിർക്ക് തന്നെ, മൊഹീദ്ദീൻ ശൈഖോട് തേടിയ ശിർക്ക് തന്നെ, പുത്തമ്പള്ളി പോലും ശിർക്ക് തന്നെ, എവിടെ പോലും ശിർക്ക് തന്നെ. ഞാൻ മുസ്ലിമിനോടല്ലേ തേടിയത്, അതും ശിർക്കല്ലാതാവോ? ഇല്ല. ശിർക്കും തൗഹീദും വേർതിരിഞ്ഞിടത്ത് മുസ്ലിം കാഫിർ, മരുഭൂമി വിജനപ്രദേശം ജനപ്രദേശം എന്ന വ്യത്യാസമില്ല. നേരെ മറിച്ച് പ്രാർത്ഥന എന്ന് ഒരു സഹായാർത്ഥന എപ്പ പറയുമോ അവിടെ ശിർക്ക് വന്നു. അതെപ്പോഴാ പറയാ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ വിജനപ്രദേശത്ത് പോയി പെട്ടപ്പോൾ, നിങ്ങൾ ജിന്നോട് തേടിയപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടാണോ നിങ്ങൾ അന്ന് തേടിയത് എങ്കിൽ ശിർക്കാണ്, നിങ്ങൾ തൗബ ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾ അന്ന് തേടിയത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല എന്നാണോ എങ്കിൽ പ്രാർത്ഥന എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതും തൗബ ചെയ്യണം, ശിക്ഷാർഹമാണ്, നരകത്ത് പോകുന്ന കുറ്റമാണ്. അങ്ങനത്തെ ചിന്ത പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് പോലും അപകടമാണ്.
അല്ല, ഞാൻ ചോദിച്ചത് മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചത്. ആ ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കാണോ ഹറാമാണോ ജായിസാണോ, ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതെ, പ്രമാണം മുസ്ലിമിനെയും കാഫിനെയും വേർതിരിച്ചില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആ വേർതിരിവിനെ ശരിയല്ല. മുസ്ലിം ജിന്നോട് നടത്തിയ ശിർക്കാകുന്നത് കാഫിർ ജിന്നോട് നടത്തിയാലും ശിർക്ക് തന്നെയാണ്. ഇനി മുത്തഖിയായ ജിന്നാണ്, അങ്ങേറ്റം സ്വാലിഹായ ജിന്ന, എന്നാലും ശിർക്ക് തന്നെ. അതുകൊണ്ട് അള്ളാഹു റസൂലിനെ വിളിച്ച് ബാധിച്ച ശിർക്കല്ല. അതിലും മേലുണ്ടോ? അതിലും വല്ല മുസ്ലിം ലോകത്താരുള്ളത്? റസൂലിനെ വിളിച്ചൊരാൾ തേടി ആ തട്ടം ശിർക്കല്ലേ? ഞാൻ റസൂലിനോട് ചോദിച്ചത്. അതെ, ആരായാലും അതാ ഞാൻ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മുസ്ലിം ജിന്നോടായാലും ശിർക്ക്, സ്വാലിഹായ ജിന്നാണെങ്കിലും ശിർക്ക്, ഔലിയായ ജിന്നാണെങ്കിലും ശിർക്ക്. ഇനി ഒരു നബിയായ ജിന്നുണ്ട് സങ്കല്പിക്കുക, ആ നബിയായ ജിന്നോടാണോ എന്നാലും ശിർക്ക്, നബിയായ ഇൻസിനോടാണോ എന്നാലും ശിർക്ക്, മലക്കിനോടാണോ ശിർക്ക്, ജിബ്രീലിനോടാണോ ശിർക്ക്, ആരെക്കൊണ്ട് റബ്ബല്ലാത്ത ആരോടാണോ ശിർക്ക്. എപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമാണോ, അതാണ് അതാണ് അഭൗതിക തേട്ടം, അതാണ് അദൃശ്യമാകത്തെ തേട്ടം, അതാണ് മറഞ്ഞ വഴിക്കുള്ള തേട്ടം, അതാണ് അസാധാരണമാകത്തെ തേട്ടം. ആ തേട്ടം മുസ്ലിം ജിന്നോടായാലും ശിർക്ക് തന്നെ. അതുകൊണ്ട് ജിന്ന് മുസ്ലിമായിട്ട് കാര്യമില്ല. മാത്രമല്ല ജിന്ന് മുസ്ലിമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. ജിന്നുണ്ട് നമുക്ക് എവിടുന്ന കിട്ടുക? ഇവിടെ ജിന്നുണ്ട് നമുക്ക് എവിടുന്ന മനസ്സിലാകുക? ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ വരും, ഞാൻ ജിന്നാന്ന് പറയും. എന്താ ഉറപ്പുള്ളത്? നമ്മളെ പറ്റിക്കാനായിക്കൂടെ? വീട്ടിൽ രാത്രി കള്ളം വന്നു, പിടിച്ച പോകാൻ പറഞ്ഞു ഞാൻ ജിന്നാണ് പറഞ്ഞു. എന്താ വിടാൻ പറ്റും നമുക്ക്? പോലെ ഇല്ലല്ലോ, നമുക്ക് വിടാൻ പറ്റൂല. കാരണം നമ്മൾ പോകാൻ കണക്കാക്കാൻ ആയിക്കോട്ടെ, ജിന്നാലും വേണ്ടി ഇൻസാനും വേണ്ടില്ല, തൽക്കാലം പോലീസ് സ്റ്റേഷൻ കിടക്കുക നമ്മൾ. അവിടെ അതിന് നിർവാഹമുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ജിന്ന് ഇവിടെ വന്നോ വന്നില്ലേ നമുക്കറിയാൻ കഴിയില്ല. വരികയാണെങ്കിൽ മനുഷ്യരൂപത്തിലോ നായിന്റെ രൂപത്തിലോ പൂച്ചന്റെ രൂപത്തിലോ വരാം. ചില ജിന്നാക്കാൻ കഴിയും, എല്ലാ ജിന്നാക്കും കഴിയില്ല, ചില ജിന്നക്ക് കഴിയും. പക്ഷെ അങ്ങനെ വന്നാൽ നമ്മൾ കാണും പൂച്ചയാണ്, നമ്മൾ കാണും നായയാണ്. അപ്പൊ നമ്മൾ ജിന്ന വിചാരിക്കേണ്ട കാര്യമില്ല. അതിന് പൂച്ചയെ കണ്ടാൽ മതി, നായയെ കണ്ടാൽ മതി. അല്ല, നായ നമ്മളെ മേത്തിന് തൊട്ടു, നമ്മളായി അത് ജിന്നായിക്കും, നമ്മൾ നേഴ്സൊന്നും ആവൂല എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാത്തിനും അങ്ങനെ തന്നെ. അപ്പോൾ ജിന്നുണ്ടോ നമുക്ക് എവിടെ കിട്ടുക? ഇനിയിപ്പോ അങ്ങനെ ഒന്ന് മനുഷ്യ രൂപത്തിൽ ഞാൻ ജിന്നാന്ന് പറഞ്ഞു, ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞു, നമുക്ക് എന്താ ഉറപ്പുള്ളത്? എന്താ വഞ്ചിക്കാമെന്നൂടെ? ഓ കള്ളനായിക്കൂടെ? ഓ ശൈത്താനായിക്കൂടെ? നമ്മളെ വഞ്ചിക്കാമെന്നൂടെ? ആദനബിന് നമുക്ക് വന്നത് എങ്ങനെ? ഇന്നിലക്കുമാ നാസിഫുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയാണ്, വിശ്വസ്തനാണ്. സംഗതി ഗുണകാംക്ഷിയുമല്ല വിശ്വസ്തനുമല്ല ശൈത്താനായെങ്കിൽ. അങ്ങനല്ലേ വന്നത്? അവസാന കാലത്ത് ദജ്ജാലിന്റെ സംഭവം പറയുമ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, ദജ്ജാൽ വരുന്ന കാലത്ത് ഒരാളോട് പറയും ഞാൻ നിന്റെ റബ്ബാണ്. ഓൻ പറയാം അല്ല. അപ്പൊ ചോദിക്കും, നിന്റെ മരിച്ചുപോയ മാതാപിതാക്കളെ ഞാൻ ജീവിപ്പിച്ച് കാണിച്ചെന്നാൽ നീ വിശ്വസിക്കും ഞാൻ റബ്ബാണെന്ന്? എന്നാ വിശ്വസിക്കാം. ഈ ഖബർ കാണിച്ചതാ, ഖബറിങ്ങ ചെല്ലും, ഇവന്റെ മാതാപിതാക്കളെ പേരെടുത്ത് ദജ്ജാൽ പിടിക്കും. റസൂൽ പറഞ്ഞു, ഫയതമസ്സലു ലഹു ശൈത്വാനാനി ഫീ സൂറത്തി അബവൈഹി, ഇവന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ രണ്ട് ശൈത്വാന്മാർ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, മോനെ നമ്മ റബ്ബാണ് വിശ്വസിച്ചോന്ന്. ഇവന്റെ അമ്മയും വാപ്പയാ വന്നത്? ശൈത്വാനാ വന്നത്. റസൂല് പറഞ്ഞു, എന്നാരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ എന്നെയാണ് കണ്ടത്, കാരണം എന്റെ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടുകയില്ല. അപ്പൊ അല്ലാത്ത രൂപത്തിലോ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന അർത്ഥം. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുത്തഖിയാണ്, സ്വാലിഹാണ്, 50 ഹജ്ജ് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോകണ്ട. അങ്ങനെ പറയാം, ജിന്ന് മുമ്പിൽ വന്നിട്ട് ഞാൻ മുസ്ലിം ജിന്ന വല്ല ആവശ്യമുണ്ടോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചെയ്യാം. അപ്പൊ ഓൻ പോയിക്കൊള്ളൂ. എത്ര വലിയ മുന്തിയ മുസ്ലിമായ ജിന്നയിക്കോട്ടെ, നമുക്ക് ആവശ്യമില്ല. ഒരിടപാടും പറ്റൂല, ഓനുമായുള്ള ഒരു ബന്ധവും പറ്റൂല. എല്ലാം നമ്മൾ നാശത്തിലേക്ക് എത്തിക്കും. അവിടെ പാടില്ല. ശരി, നീണ്ടോ? സഹോദരൻ, ഞാൻ ചോദിച്ചത് മുസ്ലിം ജിന്നുകളെ ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് സ്വർഗം തരണേ, ഇതല്ല ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത് കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ള സഹായതേട്ടമാണ്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇതല്ല ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു അവിടെ വിപത്തിൽ അകപ്പെട്ടു കിടക്കുകയാണ്. ആ മുസ്ലിം ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളതല്ല. ഇപ്പൊ അവിടെ ഒരു മുസ്ലിം, ഞാൻ മുമ്പിൽ വരുന്ന ജിന്നിന്റെ കാര്യമല്ല പറഞ്ഞത്, ആ പ്രദേശത്ത് ഒരു മുസ്ലിം ജിന്നുണ്ട് എന്നുള്ള വിശ്വാസം ശിർക്കാണോ? ശിർക്കല്ല, ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അപ്പൊ ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ഞാൻ ചോദിച്ചാൽ അത് ശിർക്കാണോ ഹറാമാണോ ജായിസാണോ? ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെറുതെ എങ്ങനെ പറയാ? എങ്ങനെ നിങ്ങളല്ലാത്ത എല്ലാവർക്കും സംഗതി മനസ്സിലായിട്ടുണ്ട്. 2 വർഷം ചോദിച്ചു വിശദമായി പറഞ്ഞു. നിങ്ങളല്ലാത്ത എല്ലാവർക്കും മനസ്സിലായി. ഉറങ്ങുന്നവരൊക്കെ ഉണർന്നിട്ടുണ്ട്, ഉറക്കം നടിക്കുന്നവരെ തൽക്കാലം ഉണർത്താൻ കഴിയില്ല. അടുത്ത ചോദിക്കാം. നീണ്ട പറയണ്ടോ? ചോദിച്ചോളൂ.
ആയിക്കോട്ടെ, ചോദിക്കട്ടെ പറഞ്ഞു. ഫൈസൽ മുസ്ലിയാരോട് പറഞ്ഞു വയ്യാക്ക നസ്തഈൻ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അദൃശ്യ മാർഗത്തിലുള്ള സഹായതേട്ടം. ഇതാണ് അതിൽ പറയുന്നത്. അഥവാ അദൃശ്യ മാർഗത്തിലുള്ള സഹായതേട്ടം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായതേട്ടം. ഇപ്പൊ ഫൈസൽ മുസ്ലിയാരോട് ഞാൻ ചോദിക്കണേ, ഫൈസല ഒരു 10 രൂപ എന്ന്, ഇത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതേസമയം അവിടെ ഒരു ജിന്നുണ്ട് എന്ന് കരുതുക, ആ ജിന്നിനോട് ഈ കാര്യകാരണ ബന്ധമുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു ഇതിനോട് ബന്ധപ്പെടുത്തി ചോദിക്കുകയാണ്, ഇപ്പൊ ഫൈസൽ മുസ്ലിയാരെ എനിക്ക് 10 റുപ്യ തരണേ, ഇത് ശിർക്കല്ല. അതേസമയം മൊയ്തീൻ ഷേഖേ എനിക്ക് 10 റുപ്യ തരണേ, ഇതെങ്ങനെ പ്രാർത്ഥനയായി? പ്രസക്തമായ ചോദ്യം. അൽഹംദുലില്ലാ, അത് വളരെ വ്യക്തമായ വ്യത്യാസമുണ്ട്. മൊഹീദ്ദീൻ ഷേഖിനോട് 10 രൂപ തന്നെ ചോദിച്ചാൽ പ്രാർത്ഥനയാണ്, എന്നോട് 10 രൂപ തന്നെ ചോദിച്ചാൽ പ്രാർത്ഥനയല്ല. എന്നോട് മാത്രമല്ല എന്റെ അയൽവാസിയായ അമുസ്ലിനോട് ചോദിച്ചാലും പ്രാർത്ഥനയല്ല. എന്റെ അപ്പുറത്ത് താമസിക്കുന്ന സിദ്ധനോട് പോയി ചോദിച്ചാലും പ്രാർത്ഥനയല്ല. എന്നാൽ ആ സിദ്ധനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാകുന്ന രീതി ഉണ്ട് ഈ വിഷയത്തിൽ. എപ്പോഴാണ് പ്രാർത്ഥനയാവുക? ഇയ്യാക നസ്തഈൻ എന്ന് തന്നെയാണ് അവിടെയും മാനദണ്ഡം. അള്ളാഹുവിനോട് നമ്മൾ 10 രൂപയ്ക്ക് കുടുങ്ങി, ഒരു നിവൃത്തിയില്ല, റബ്ബേ ഞാനിതാ പ്രയാസപ്പെട്ടു, നീ സഹായിക്കണേ എന്ന് നമ്മൾ റബ്ബിനോട് ആ വിഷയത്തിൽ സഹായം തേടും. നമുക്ക് 10 രൂപന്റെ കേസേ ഉള്ളൂ, പക്ഷെ ഒരു മാർഗവുമില്ല. അതിൽ നമ്മൾ റബ്ബിനോട് സഹായം തേടി, അവിടെ നമ്മൾ റബ്ബിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാ? റഹ്മാനായ റബ്ബിപ്പം കണ്ട് വന്ന് ഒരു 10 രൂപ എടുത്തനാ പിടിച്ചോ, അതിന്റെ ആവശ്യം നടന്നോട്ടെ എന്ന് പറയുമെന്നാണോ നമ്മുടെ വിശ്വാസം? അങ്ങനെ ആണെങ്കിൽ അവൻ റബ്ബിനെ പരിഹസിച്ചവനാണ്, കാഫിറായി പോകുന്ന പണിയാണ്, റബ്ബിനെ സൃഷ്ടികളോട് ഉപമിച്ചവനാണ്. അതേസമയം റഹ്മാനായ റബ്ബിനോട് എന്റെ 10 രൂപയുടെ ആവശ്യം ഞാൻ പറയുമ്പോൾ റബ്ബെന്നെ സഹായിക്കും. എങ്ങനെ? എനിക്കറിയില്ല. എങ്ങനെ എനിക്ക് കാര്യകാല ബന്ധമൊന്നും വേണമെന്നില്ല, ഒരു ബന്ധവുമില്ലാതെയും റബ്ബെന്നെ സഹായിക്കാം. എന്നാൽ എന്നോട് 10 രൂപ ചോദിക്കുമ്പോൾ ഇയാളുടെ വിശ്വാസം എന്താ? ഞാൻ 10 രൂപ എടുത്ത് കൊടുക്കും, ഇതാണ് കാര്യകാല ബന്ധം. ഈ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുമെന്ന അയാളുടെ പ്രതീക്ഷ, ആ പ്രതീക്ഷ തെറ്റല്ല, ശിർക്കല്ല. അയൽവാസിയായ സിദ്ധനെ പോയി കണ്ടു, തങ്ങളെ പോയി കണ്ടു, തങ്ങളെ ഞാൻ കുറച്ച് പ്രയാസത്തെ സാമ്പത്തികമായിട്ട് നിങ്ങൾ വല്ലതും വായ്പ തരുമോന്ന് വെച്ചു. ഇവന്റെ വിശ്വാസം തങ്ങള് മേശയിന്ന് 10 രൂപ എടുത്ത് കൊടുക്കുന്ന ഈ വിശ്വാസം ശിർക്കാണോ? അല്ല. അയാളുടെ സമ്പാദ്യം ഹറാമായ വഴിക്കുള്ള സമ്പാദ്യമാണെങ്കിൽ അത് വാങ്ങാൻ പാടില്ല, വേറെ വിഷയം. ശിർക്കാകുമോ? ഇല്ല. എന്നാൽ തങ്ങളടുത്ത് പോയി പോലെ പോകാൻ വിചാരിച്ചെന്താ, നമ്മൾ പലരോടും ചോദിച്ചു, ആരും തന്നില്ല. ഇനി തങ്ങളുടെ മൂപ്പരെ പോയി കാണുക, തങ്ങൾ പൈസ തരുന്നല്ല വിശ്വാസം. പിന്നെ തങ്ങളടുത്ത് പോയി ഞാൻ കുറച്ച് പ്രയാസത്തിൽ 10 രൂപേന്റെ ആവശ്യമുണ്ട്, തങ്ങൾ സാറില്ല, ശരിയായി കൊഞ്ചു പോയിക്കോ, ഒന്ന് ബേജാറാണ്ട. ഓനാ വാക്കിട്ടാനാ പോയത്, അത് ശിർക്ക. അതാണ് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതം. തങ്ങൾ 10 രൂപ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ കാര്യകാല ബന്ധങ്ങൾക്ക് ഉള്ളിൽ, തങ്ങളൊരു വാക്ക് മതി, നോട്ടം മതി, തങ്ങളൊരു എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായാൽ മതി, എന്റെ പ്രശ്നം തീരുമെന്നാണോ? അത് മറഞ്ഞ വഴി, കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറം. ആ നിലക്ക് സഹായിക്കാൻ റബ്ബിനെ കഴിയും. മൊഹീദ്ദീൻ ഷെയ്ഖെ ഞാൻ ആ കടത്തിലാണ് സഹായിക്കണേ എന്ന് പറയുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ഇറാഖിലെ ബഗ്ദാദിലെ ഖബറിനൊക്കെ എണീറ്റ് കല്ലൊക്കെ ഒഴിവാക്കി വിമാനം കയറി നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിൽ ടാക്സി വിളിച്ച് വന്നിട്ട് അടഞ്ചല് 10 രൂപ ചോദിച്ചെന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് 10 രൂപ തരുമെന്നാണോ എന്റെ വിശ്വാസം? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്റെ തലയ്ക്ക് സുഖമില്ല എന്ന് പറയും. അതിലേ പറയുള്ളൂ. ഒരുത്തം പടങ്ങ് വെയിറ്റ് ചെയ്യാം, എന്തിനോ ഇവിടെ ഒന്നുമില്ല. ഞാൻ മൊയ്തീൻ ഷെയ്ഖെ വിളിച്ചു, പൈസക്ക് അത്യാവശ്യം വന്നപ്പോ മൂപ്പട് ചോദിച്ചു, മൂപ്പര് ഫ്ലൈറ്റിന് ഇറങ്ങിയിട്ടുണ്ട്, അവിടെ നിന്ന് ട്രാൻസ്പോർട്ടിന് കയറിയിട്ടുണ്ട്, ഇപ്പൊ 10 മിനിറ്റോട് ഇവിടെ നിന്ന് ഇറങ്ങി, ഞാൻ മൂപ്പരെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ചോദിക്കുന്നത് തൽക്കാലം വേണം, ഞാൻ കൊണ്ട് അഡ്മിറ്റ് ആക്കിക്കോളാം, വേണോയിക്കോ, എന്തോടോ ഈ സിർക്കയ്യണ് എന്ന് നമ്മൾ ചോദിക്കില്ല. എന്നാ മൊഹീദ്ദീൻ ഷെയ്ഖെ ഞാൻ കടത്തിലാണ് സഹായിക്കണേ എന്ന് പറയുമ്പോ എന്താണ് ഒരു ഖുബൂലിന്റെ വിശ്വാസം? ഇറാഖിലെ ബഗ്ദാദിലെ ഖബറിൽ കേൾക്കുന്ന ഷെയ്ഖ് എന്റെ ഈ വിളി കേൾക്കും. എങ്ങനെ കേൾക്കും? ഷെയ്ഖ് പണ്ട് ജീവിതകാലത്ത് നല്ല കേൾവി ശക്തിയുള്ള ആളാ, അതുകൊണ്ട് 90 വയസ്സായി ജീവിച്ചു. ആ 90 കൊല്ലും അദ്ദേഹത്തിന്റെ കണ്ണിനും കാതിനും ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല കാഴ്ചയും കേൾവിണ്ടെങ്കിൽ മരിക്കണവരെ വാഴുന്ന മനുഷ്യനാ മൊഹീദ്ദീൻ ഷെയ്ഖ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് നല്ല കേൾവിണ്ടല്ലോ, ആ കേൾവി ഇപ്പോഴുണ്ടാകും എന്നാണോ അവന്റെ വിശ്വാസം? അല്ല. പിന്നെ ഷെയ്ഖ് ഖബറിലാണെങ്കിലും മരിച്ച 900 കൊല്ലം കഴിഞ്ഞെങ്കിലും ഈ വിളി ഷെയ്ഖ് കേൾക്കും. സ്ഥലകാല പരിചയത്തിനില്ല, അതിന് ചെവിന്റെ ആവശ്യമില്ല, കണ്ണിന്റെ ആവശ്യമില്ല. ഷെയ്ഖ് വിളി കേൾക്കും, എന്നെ കാണും, എന്റെ പ്രശ്നം അറിയും, ആ പ്രശ്നത്തിൽ ഇടപെട്ട് അതിന് പരിഹാരം നൽകും. എങ്ങനെ നമുക്കറിയാം. അതുകൊണ്ട് ഷെയ്ഖിനെ വിളിക്കലല്ല ആദ്യത്തെ ശിർക്ക്. ഷെയ്ഖ് ഇങ്ങനെ കേൾക്കുന്ന വിശ്വാസം തന്നെ ശിർക്കാം. വിളിക്കല് ഏതായാലും ശിർക്കാം.
ഷെയ്ഖിനോട് കടത്തിലാണ് ഷെയ്ഖെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ആ പറയാൻ ഇവന്റെ വിശ്വാസം എന്തോ ആ വിശ്വാസമാ ശിർക്ക്. ആ വിശ്വാസം ഉണ്ടായപ്പോഴാ ഈ തേട്ടം വരുന്നത്, അല്ലെങ്കിൽ തേട്ടം വരൂല. നമ്മളൊക്കെ മുജാഹിദ് ശേഷം പിന്നെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആ വിശ്വാസം പോയി. എന്നാ ഒരു ഖുറാഫി വീഴാൻ പോകുമ്പോഴേക്ക് ബദരീങ്ങളെ എന്ന് വിളിക്കും. എന്താ കാരണം? ഈ വിശ്വാസം അവന്റെ ഉള്ളിലുണ്ട്. അവര് കേൾക്കും, അവര് കാണും, അവർ അറിയും, അവര് സഹായിക്കും. ഈ വിശ്വാസം ആശിക്കും. അതാ ഉമർ മൗലവി പറഞ്ഞത്, മൊഹീദ്ദീൻ ഷെയ്ഖെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ 4 കാരണത്താൽ ശിർക്ക് വന്നു. കാരണം എന്താ? കേൾവിയിൽ പങ്കു ചേർത്തു, കാഴ്ചയിൽ പങ്കു ചേർത്തു, അറിവിൽ പങ്കു ചേർത്തു, കഴിവിൽ പങ്കു ചേർത്തു, തേട്ടമാകുമ്പോൾ പ്രാർത്ഥനയിലും പങ്കു ചേർത്തു എന്ന് ഉമർ മൗലവി എഴുതിച്ചത് ആ ഒരു അർത്ഥത്തിലാണ്. എന്നാൽ ജിന്ന് ഇപ്പൊ നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നു, ഈ പ്രസംഗം ഒരു ജിന്ന് കേൾക്കുന്നുണ്ടാകാം എന്നൊരാൾ വിശ്വസിച്ചു. ആ വിശ്വാസം ശിർക്കാണോ? അല്ല. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്ന് ഈ ശബ്ദം കേൾക്കും വിശ്വസിച്ചാലോ? ശിർക്കായും ചെയ്തു. മലക്ക് ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ച ശിർക്കാണോ? അല്ല. എന്നാൽ മറഞ്ഞ വഴിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു മലക്കിന് ഈ പ്രസംഗം കേൾക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചാലോ? ശിർക്കായി. തേടേണ്ട കാര്യമില്ല. തേടിയാൽ തേട്ടവും ശിർക്കായി. തേടുന്നില്ല, ഈ വിശ്വാസമുണ്ട്, എന്നാ ശിർക്കായി. അതാണ് മൊഹീദ്ദീൻ ഷെയ്ഖും ജിന്നും ഫൈസൽ മുസ്ലിയാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഒരു കാര്യം വ്യക്തമായി, ഫൈസൽ മുസ്ലിയാരോട് ഞാൻ ചോദിക്കുമ്പോൾ കാര്യകാരണബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കുമ്പോൾ മൊയ്തീൻ ഷെയ്ഖ് എന്നെ സഹായിക്കുന്നത്, അത് ചോദിക്കുന്നതിന്റെ വിശ്വാസം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ചോദിക്കുന്നത്. ശരി, ഞാൻ വിശ്വസിക്കുന്നു മൊയ്തീൻ ഷെയ്ഖ് എന്നെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ 10 രൂപ ചോദിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ സഹായിക്കും എന്ന വിശ്വാസത്തിൽ ചോദിച്ചാൽ അത് പ്രാർത്ഥന ആകുമോ? ഇല്ല. നേരത്തെ പറഞ്ഞു ഉടനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം, ഉടനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. പറഞ്ഞു കേട്ടു. ഓം വിശ്വസിക്കാൻ ഷെയ്ഖ് അവിടുന്ന് കബറിന്ന് എണീറ്റ് കല്ലും മണ്ണൊക്കെ ഒഴിവാക്കി മൂപ്പിൽ തുണിങ്കുപ്പായൊക്കെ മാറ്റി അവിടുന്ന് ഫ്ലൈറ്റ് കയറി നെടുമ്പാശ്ശേരി ഇറങ്ങി ബസ് കയറി ഇവിടെ നിന്ന് ഇറങ്ങുവാൻ പറഞ്ഞ് കാത്തിക്കുക. പിന്നെ ഓനെ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കരുത്. വലിയ അപകടം ചെയ്ത പോലെ നമുക്ക് അവിടെ ശിർക്കിന്റെ പ്രശ്നമില്ല, അവിടെ ഓനെ ബുദ്ധിക്കാ കുഴപ്പം. അത് ഒരു പ്രശ്നമില്ല. വല്ലാത്തൊരു അബദ്ധമാണ് നിങ്ങൾ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. ചോദ്യം ചോദിച്ചോളൂ. സുഹൃത്തെ, ഒരു സുന്നി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം മൊയ്തീൻ ഷെയ്ഖ് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അവന് ഉളമ്പാറകൾക്ക് കൊണ്ടുപോകണം നിങ്ങൾ പറയില്ല. അത് ഭയങ്കര അത്ഭുതമായിട്ട് നിങ്ങൾ പ്രാർത്ഥന എന്ന് തന്നെ പറയും. അത് അവനക്ക് ഭ്രാന്താണെന്നും പറയില്ല. പക്ഷെ ഞാനൊരു പുതിയ വിശ്വാസി, എന്റെ വിശ്വാസം മൊയ്തീൻ ഷെയ്ഖ് കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് തന്നെ സഹായിക്കും. ഇതെന്റെ വിശ്വാസമാണ്. പക്ഷേ ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം സഹായിക്കാനുള്ള കഴിവ് മൊയ്തീൻ ഷെയ്ഖിനില്ല. പക്ഷെ സുന്നികളുടെ വിശ്വാസം അത്. ഇതുപോലെ എനിക്കുള്ളത് ഇഷ്ടം പോലെ എനിക്ക് വിശ്വസിക്കാം. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മൊയ്തീൻ ഷെയ്ഖിനോട് സഹായം ചോദിച്ചാൽ ഫൈസൽ മുസ്ലിയാർ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു അത് പ്രാർത്ഥന ആകൂലെന്ന് പറഞ്ഞു. വളരെ വ്യക്തമായി വിശദീകരിച്ചു. നിങ്ങൾക്ക് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായതേട്ടം മനസ്സിലായിട്ടില്ല. ശരി, ഓക്കെ, ഒരു മിനിറ്റ്. ഏതായാലും അടുത്ത വയതിൽ നിങ്ങളെ വിളിച്ചോളാം, അത് നിങ്ങൾ പ്രസംഗിച്ചാൽ മതി. ഏതായിരുന്നാലും ഇവിടെ യഥാർത്ഥത്തില് ഊളമ്പാറയ്ക്ക് കൊണ്ടുപോകേണ്ടത് ഈ സുന്നിനല്ല. കാരണം ഊളമ്പാറ എന്നുള്ള ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെ ചികിത്സിക്കാനുള്ള കേന്ദ്രമല്ല ഊളമ്പാറ. അത് ഭ്രാന്തുള്ള മനുഷ്യന്മാരെ ചികിത്സിക്കാനുള്ളതാണ്. മറ്റുള്ള ചികിത്സിക്കാനുള്ളതാണ് മുജാഹിദീങ്ങളെ വഴുതൂർ സ്റ്റേജൊക്കെ. ശിർക്കുള്ള അവിടെ കൊണ്ടിരുത്തും, വഴുത് പങ്കെടുക്കും, അപ്പോൾ മനസ്സിലാവും. ഓനെ ഊളമ്പാറയ്ക്കല്ല കൊണ്ടുപോകല്. അതുകൊണ്ട് കാര്യകാലം നമുക്ക് അതീതമായിട്ട് സഹായിക്കുന്ന വിശ്വസിച്ചനൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ആദ്യം കായക്കൊണ്ടം കൊണ്ടുവരും. കാരണം മുപ്പത് ജിന്നുമൽക്ക് അഭൗതികാണ്, കാര്യകാലം നമുക്ക് അപ്പുറത്താണ്. അതേപോലെ കരുമ്പോയിനെ കൊണ്ടുകൊണ്ടുവരും, അനസ്മുദിനെ കൊണ്ടുകൊണ്ടുവരും. നാസുസ്ലിമിനെ എവിടെ കൊണ്ടുവരും കാര്യമില്ല, അത് പിന്നെ ഒരു മെച്ചമില്ലാത്ത സാധന. അപ്പൊ ഏതായിരുന്നാലും കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മൊഹീദ്ദീൻ ഷെയ്ഖ് നമ്മളെ സഹായിക്കും വിശ്വസിക്കുകയാണെങ്കിൽ അതിനാണ് ശരിയായ ഭ്രാന്ത് എന്ന് പറയാം. അതിലെന്താ സംശയമുള്ളത്? അത് എത്ര സ്ഥലത്ത് എഴുതി? നമ്മൾ മാത്രം പറഞ്ഞാണോ? EKM പഞ്ഞൂന് ജവാബ് എന്ന പുസ്തകം. EKM പഞ്ഞൂന് ജവാബ് എന്ന പുസ്തകത്തില് ഈ സമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് വിതരണം ചെയ്ത ജവാബ്, ആ പുസ്തകത്തില് 5ഓ 6ഓ സ്ഥലത്ത് ആവർത്തിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ഇവിടെ വന്ന് വസ്തുവുമായി വന്ന് എന്റെ കയ്യിൽ തന്ന് എന്നെ സഹായിക്കുമെന്നല്ല വിശ്വാസം, മറിച്ച് അതിനപ്പുറത്തുള്ള വിശ്വാസമാണ്. AP അബ്ദുൽ ഖാദിർ മൗലവി വാദപ്രതിവാദങ്ങളുടെ എന്ന പുസ്തകം KNM ആണ് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. KP മുഹമ്മദ് മൗലവി അൽ ഇസ്തിഗാസ എന്ന പുസ്തകം അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ആ പരാമർശിച്ചതാണ് ഫൈസൽ മുസ്ലിയാരും പറഞ്ഞത്.
അത് ഒരുത്തൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ പറഞ്ഞ പരിഹാരം തന്നെയാണ് അവനുള്ളത്. അതേസമയം കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുന്ന വിശ്വാസം വന്നാൽ തന്നെ ശിർക്കായി, തേടിയാൽ തേട്ടവും ശിർക്കായി. ആ ശരി, എന്തെങ്കിലും ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ അടുത്ത കൊടുത്തോളൂ. അള്ളാഹു, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, മലക്ക് എന്ന കാരണം മുഖേന റബ്ബെ നീ എന്നെ സഹായിക്കണേ. ഇത് കാര്യകാരണബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, കാരണത്തിന് അടിസ്ഥാനം, കാര്യകാരണബന്ധങ്ങൾക്ക് അപ്പുറമല്ല. മലക്ക് എന്ന കാരണം മുഖേന അള്ളാഹു എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഈ സഹായത്തേട്ടം എങ്ങനെയാണ് പ്രാർത്ഥന ആയത്? തേട്ടം റബ്ബിനോടാണ്, പക്ഷെ അത് അദബുകേടാണ്, ധിക്കാരമാണ്. കാര്യം റബ്ബ് നമ്മളെ എങ്ങനെ സഹായിക്കും? റബ്ബാ തീരുമാനിക്കേണ്ടത്, റബ്ബാണ് തീരുമാനിക്കേണ്ടത്. ഇന്ന കാരണം മുഖേന എന്നെ സഹായിക്കണേ പറയാൻ നമുക്കൊരു വകുപ്പില്ല. അതുമാത്രമല്ല, അല്ലാഹുമ്മ ഇൻഷിഅത, പഠിച്ചോ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തന്നെ എന്ന് പറയാൻ പോലും പാടില്ല. അത് അത്രയും കൂടി പാടില്ല. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തരണേ എന്ന പ്രാർത്ഥന പോലും അദബുകേടാണ്. അള്ളാഹു ചോദിക്കുമ്പോൾ പഠിച്ചോനെ ഇന്നാള് കാരണമായി, ഇന്ന മലക്ക് കാരണമായി, മറ്റേ ജിന്ന് കാരണമായി, ഇനിയിപ്പത് പറഞ്ഞ അർത്ഥം ചോദിക്കും ജിന്ന് കാരണമായി സഹായിക്കണേ തരാൻ പറ്റുമോ? അങ്ങനത്തെ ശൈലിയേ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള സഹായിക്കും. ചിലപ്പോൾ കാരണം നിശ്ചയിച്ചുകൊണ്ട് സഹായിക്കും, ചിലപ്പോൾ കാരണം ഇല്ലാതെ സഹായിക്കും. രണ്ടുമുണ്ടാവാം. മറിയം ബീവിയെ സഹായിച്ചു. എങ്ങനെ? സക്കരിയ നബി കടന്നു വരുമ്പോഴെല്ലാം സുഭിക്ഷമായ ഭക്ഷണം കാണുന്നു. ചോദിക്കുന്നു, എവിടുന്നാണിത്? ഖലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. റബ്ബിൽ നിന്നാണ്, അവൻ ഉദ്ദേശിക്കുന്നത് കണക്കില്ലാതെ അവൻ നൽകുന്നു. അവിടെ മലക്കിനെ പറഞ്ഞയച്ചൊന്നുമില്ല. എന്നാൽ മറിയം ബീവിക്ക് കുട്ടിയെ നൽകി. അതെങ്ങനെ? അതൊരു മലക്കിനെ പറഞ്ഞയച്ചു. ഒരു മനുഷ്യനായി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നേക്ക് നേരെ ഇടപെട്ടുകൊണ്ടാണ് അവിടെ അവർക്ക് കുട്ടിയെ നൽകിയത്. അപ്പൊ ഒരു കാരണം അല്ലാഹു നിശ്ചയിച്ചു, ഒരു കാരണം ഉണ്ടായില്ല. അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തും വിശന്ന് പ്രയാസപ്പെട്ടപ്പോൾ അള്ളാഹു സഹായിച്ചു, ഒരിക്കൽ കാരണമുണ്ടായിക്കൊണ്ട്. അതിങ്ങനെ ജാബിർ അബൂതൽഹയുടെ വീട്ടിലേക്ക് നബി പോയി. അടുപ്പത്ത് വെച്ച പാത്രം എടുത്തു വെച്ചു. നബി അതിലേക്ക് പ്രാർത്ഥിച്ചു. നബിയുടെ തുപ്പുന്ന അതിലേക്ക് ചേർത്തു. എന്നിട്ട് നബി പറഞ്ഞു വിളമ്പിക്കൊടുത്തു പറഞ്ഞു. വിളമ്പിക്കൊടുത്തു, എല്ലാവരും തിന്നു. അവിടെ അള്ളാഹു തന്റെ കാരണം നിശ്ചയിച്ചു. അതേ റസൂല് 2, 3, 4 ദിവസം ഒന്നാകെ നോമ്പെടുത്തു. രാത്രി നോമ്പ് മുറിക്കാതെ വിസ്വാൽ നോമ്പ്. സഹാബത്തിനോട് പറഞ്ഞു വിസ്വാൽ നോമ്പ് പാടില്ല. സഹാബിമാർ ചോദിച്ചു, റസൂലെ താങ്കൾ നോമ്പെടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെയല്ല, എനിക്കെന്റെ റബ്ബ് ഭക്ഷണവും വെള്ളവും നൽകുന്നുണ്ട്. അതിനർത്ഥം അല്ലാഹു തആല രാത്രി സ്വകാര്യമായി ഒരു മലക്കിന്റെ കയ്യിൽ ഭക്ഷണം കൊടുത്തയക്കുന്നുണ്ട് എന്നല്ല. ആ ഭക്ഷണം കൊടുത്തയച്ച് നബി കഴിക്കുകയാണെങ്കിൽ പിന്നെ നബി നോമ്പുകാരൻ അറിയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം ഭക്ഷണം കഴിക്കാതെ തന്നെ അള്ളാഹു നിർവഹിച്ചു കൊടുത്തു. അവിടെ ഒരു സബബില്ല. അപ്പൊ റബ്ബ് ഈ ലോകത്ത് ഇടപെട്ട് സഹായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മാനദണ്ഡം നിശ്ചയിക്കും, ചിലപ്പോൾ ഒരു സബബും ഇല്ലാതെ സഹായിക്കും. ബദറിൽ അല്ലാഹു തആല മലക്കളെ പറഞ്ഞയച്ചു, അത് സബബ് ഏർപ്പെടുത്തിയില്ല. മലക്കിനെ പറഞ്ഞയച്ച് സഹായിച്ചു. ഞാൻ മലക്കിനൊന്നും പറഞ്ഞയക്കാതെ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. മലക്കളെ പറഞ്ഞയച്ച് നശിപ്പിച്ച നാടുണ്ട്, മലക്കളെ ഒന്നും പറഞ്ഞയക്കാതെ നശിപ്പിച്ചതുണ്ട്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ വമാ കുന്നാ മുൻസിലീൻ. സൂറത്ത് യാസീൻ. അപ്പൊ റബ്ബിനോട് റബ്ബേ ഒരു മലക്കിനെ പറഞ്ഞ് സഹായിക്കണേ എന്ന തേട്ടം തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നേ വരുള്ളൂ. അത് അദബുകേടാണ്, അത് തേടാൻ പാടില്ല. റബ്ബിനോട് ആ തേട്ടം എന്ന് കഴിഞ്ഞിട്ട് ആ രീതി സ്വീകരിക്കാൻ പാടില്ല. റബ്ബ് എങ്ങനെ സഹായിക്കും അത് റബ്ബിന് ഇഷ്ടമാണ്. അല്ലാതെ നമുക്കതിന് ശർത്ത് വെക്കാനും പന്ത് വെക്കാനും ഇങ്ങനെ ആവണം അങ്ങനെ ആവണം അത് വേണം ഇത് വേണം എന്നൊന്നും പറയാൻ നമുക്കവിടെ വകുപ്പില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി. ഞാൻ ചോദിച്ചത് ഇത് എങ്ങനെയാണ് പ്രാർത്ഥനയാകുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈസൽ മുസ്ലിയാരെ 10 രൂപ തരണേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥന അല്ല. അള്ളാഹുവെ എന്നെ 10 രൂപ സഹായിക്കണേ, ഇത് പ്രാർത്ഥനയാണ്. ഇവിടെ പ്രാർത്ഥനയും പ്രാർത്ഥനയല്ലാത്തതും തമ്മിൽ വേർതിരിയുന്ന ഘടകം എന്താണ്? ഇതിനറിയേണ്ടത്. അവിടെ ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ, അള്ളാഹുവെ 10 രൂപ തരണേ എന്ന വിശ്വാസത്തിൽ ഒന്ന് വിശ്വാസപ്രകാരം ചിലപ്പോൾ പ്രാർത്ഥന ആകും, ചിലപ്പോൾ കുഫറായി മാറും. അതെങ്ങനെ? അള്ളാഹു 10 രൂപയുമായി വന്ന് എന്റെ കയ്യിൽ തന്ന് എന്നാ പിടിച്ചോ 10 എന്ന് പറയുമെന്നാണോ? അവൻ അപ്പ കാഫിറായി പോവും. കാരണം അള്ളാഹിനെ പരിഹസിച്ചു, റബ്ബിനെ സൃഷ്ടികളെ ഉപമിച്ചു. അതെല്ലാം അള്ളാഹു എനിക്ക് 10 രൂപയുടെ ഈ പ്രയാസം തീർത്തത് എങ്ങനെ നമുക്കറിയില്ല. ചിലപ്പോൾ അയൽവാസിയായ മനുഷ്യനാകും കൊണ്ടുവന്ന് തരിക, ചിലപ്പോ നമുക്ക് ഒരു പരിചയത്തൊരു മനുഷ്യങ്ങനെ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് സലാം ചൊല്ലി ഒന്ന് വർത്തനൊക്കെ പറഞ്ഞ് പോകുമ്പോ നമുക്കൊരു അധികം 10 രൂപ എന്നോ നമ്മൾ എന്ത് മനസ്സിലാക്കാവൂ? അൽഹംദുലില്ലാ പഠിച്ചോ ഏതായാലും എന്റെ ബുദ്ധിമുട്ട് തീർത്തു. റബ്ബ് ഏത് വഴിക്കും സഹായിക്കാം, ഏത് വഴിക്കും സഹായിക്കാം, എങ്ങനെയും ആവാം. ചിലപ്പോ ഒന്നുമില്ല, ഒരു പരിചയത്തിൽ മനസ്സിലാക്കും വന്നിട്ട് എന്റെ വക പിടിച്ചോടി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടാവും, ആ ദുആക്ക് ഉത്തരമായിരിക്കാം.
അപ്പൊ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ സഹായിക്കും. എങ്ങനെ? അള്ളാഹു അവിടെ ദുആ ആണ്. അല്ല അള്ളാഹു തന്നെ ഇങ്ങനെ വന്ന് 10 രൂപയും കൊണ്ടുവന്ന് തരുമെന്നാണോ ഞാൻ തരുന്ന പോലെ? അത് റബ്ബിനെ സൃഷ്ടികൾ ഉപമിച്ചു, അവിടെ കുഫ്ർ സംഭവിച്ചു, കാഫിറായി മാറും. അതെന്താ ക്ലിയറാവും പ്രശ്നം? ഇപ്പൊ ഫൈസൽ മുസ്ലിയാര് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി എന്നെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. ഈ വിശ്വാസം തന്നെ ശിർക്കായി. ഇതെന്തിനുള്ള ശിർക്കാണ്? ഉലൂഹ്യത്തിലുള്ള ശിർക്കിലേക്ക് എത്തിയിട്ടില്ല, അള്ളാഹുവിന്റെ കുദിരത്തിലുള്ള ശിർക്കിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനി ഉലൂഹ്യത്തിലുള്ള ബാക്കി എടുക്കണം. അതിനെന്ത് വേണം? ചോദിക്കണ്ടേ? അപ്പൊ 2 ശിർക്കാണ് അവിടെ വരുന്നത്. ഒന്ന് കുദിരത്തിലുള്ള ശിർക്കും, രണ്ടാമത് വരുന്നത് ഉലൂഹ്യത്തിലുള്ള ശിർക്കും. ഈ ഉലൂഹ്യത്തിലുള്ള ശിർക്ക് ആവണമെങ്കിൽ അവിടെ അതാണ് ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെയാണ് പ്രാർത്ഥന ആകുന്നത്? ഇപ്പൊ ഫൈസൽ മുസ്ലിയാര് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഉടനെ ഞാൻ മുശ്രിക്കായി ശിർക്ക് ചെയ്തവനായി. ഞാൻ ചോദിച്ചിട്ടില്ല, ഇനി ഞാൻ ചോദിക്കുകയാണ്. മൊയ്തീൻ ഷേഖ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും എന്ന് വിശ്വസിച്ചു ഞാൻ. പിന്നെ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ മുശ്രിക്കായി കഴിഞ്ഞു. രണ്ടാമത് ഞാൻ ചോദിക്കുമ്പോഴാണ് ഉലൂഹിയത്തിൽ ശിർക്ക് വരുന്നത്, ആരാധനയിൽ ശിർക്ക് വരുന്നത് അപ്പോഴാണ് പ്രാർത്ഥന ആകുന്നത്. ഇതെങ്ങനെ പ്രാർത്ഥനയായി? ഈ ചോദ്യം മൊയ്തീൻ ഷേഖെ 10 രൂപ തരണേ, അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖെ എന്നെ രക്ഷിക്കണേ, ഇത് മൊയ്തീൻ ഷേഖ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ എന്തായി? ശിർക്കായി. ഞാൻ ചോദിച്ചിട്ടില്ല, ആ വിശ്വാസത്തിൽ ഞാൻ ശിർക്ക് വന്നില്ലേ? പിന്നെ രണ്ടാമത് ചോദിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? പ്രാർത്ഥനയാകുന്നത് അല്ലേ? ഉലൂഹിയത്തിൽ ശിർക്ക് വരുന്നത് അപ്പോഴാണ്. ഇതെങ്ങനെ പ്രാർത്ഥന ആയത്? ഈ വിശ്വാസം ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥന ആയത്. ഏത് ഇബാദത്തും ഇബാദത്താകണമോ അതിന് പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാവും. ഒരു വിശ്വാസമില്ലാതെ ഒരു ഇബാദത്ത് ഉണ്ടാവില്ല. ഒരാളോട് ഒരു സംഗതി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം 2 തരത്തിലാകും. ഇപ്പൊ എന്നോട് 10 രൂപ ചോദിച്ചാൽ ഞാൻ ഉണ്ടെങ്കിലും കൊടുക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ ചോദിക്കാൻ പറ്റൂല. 10 രൂപ ഉണ്ട്, പക്ഷെ അയാൾ തരൂല എന്നാണ് ചോദിക്കാൻ പോകുക. അപ്പൊ അയാളുടെ കാര്യകാരണ ബന്ധ അടിസ്ഥാനത്തിൽ ചോദിക്കാൻ ചെല്ലുന്ന ഒരാൾക്കും ഒരു വിശ്വാസമുണ്ട്. അതെന്താ? കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾ എന്നെ സഹായിക്കും. ആ വിശ്വാസം ഉള്ളവനെ ആ ചോദ്യവുമായി വരുള്ളൂ. എന്ന പോലെ മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നൊരാൾ തേടണമെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കുമെന്ന വിശ്വാസം ഉള്ളിലുണ്ടാകും. ആ വിശ്വാസമാണ് ശിർക്ക് വരിക. ഇബാദത്ത് 2ാമത്തെ സ്റ്റെപ്പാ. ശിർക്ക് വരിക ആദ്യം വിശ്വാസത്തിലാണ്. അത് ശിർക്കിനെ പറ്റി നമ്മൾ വിശദീകരിച്ച പോലെ എന്താ? അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കൽ. അവിടെ പ്രാർത്ഥന ഉണ്ടാവില്ല, അവിടെ ആരാധന ഉണ്ടാവില്ല. അള്ളാഹു കാണും പോലെ കാണും. CM-നെ പറ്റി എഴുതി വെച്ച് AP സുല്ലാണ്. ശിർക്കായി. അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. CM സ്മരണയിൽ സയ്യിദ് അബേലത്ത് സീരി കുഞ്ഞു സിരിക്കോയ തങ്ങൾ എന്ന AP സുനിന്റെ തങ്ങൾ എഴുതി വെച്ചതാണ്. അത് ശിർക്കായി. ആ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നുവോ? ചോദ്യം ശിർക്കായി. ഈ ചോദ്യം മാത്രമല്ല ആ അടിസ്ഥാനത്തിൽ പേടിച്ചുവോ? ആ പേടി ശിർക്കാണ്. ഭയത്തിൽ ശിർക്കുണ്ട്. ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഒരാള് ഒരു പാമ്പിനെ കണ്ടു. അപ്പൊ ഞാൻ പാമ്പിനെ കണ്ടു, ഞാൻ ആകെ പേടിച്ച് ബേജാറായി ഓടി രക്ഷപ്പെട്ടു. ഈ പേടി ശിർക്കാണോ? അല്ല. എന്നാൽ പാമ്പിനെ പൂജിക്കുന്ന പാമ്പിന്റെ ഒരു ആരാധനായ ഭക്തൻ ഒരു പാമ്പിനെ കണ്ടു, ഓനാകെ ബേജാറായി കൈ ഇങ്ങനെ കൂപ്പി. ഈ പേടി ശിർക്കാണോ? ശിർക്കാണ്. എന്താ വ്യത്യാസം? കാര്യകാരണം തന്നെ. ഞാൻ പേടിച്ചത് ഈ പാമ്പെന്നെ കൊത്തുമോ, എനിക്ക് വിഷമേൽക്കുമോ, എന്റെ ജീവൻ അപകടത്തിലാകുമോ. ഇതാണ് കാര്യകാരണബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പേടി. ഈ പേടി ശിർക്കല്ല. മറ്റോ പേടിച്ചത് പാമ്പ് കൊത്തോന്നുള്ള പേടിയല്ല. ഈ പാമ്പിൽ നിന്ന് എനിക്ക് ചില ഗുണദോഷങ്ങൾ ബാധിക്കും. ആ വിശ്വാസമാണ് അവനെ കൈ ഇങ്ങനെ ആക്കിച്ചത്. അവനെ കൈ കൂപ്പാൻ ഒരു പ്രേരിപ്പിച്ചത് ആ വിശ്വാസം. ഓടാൻ എന്നെ പ്രേരിപ്പിച്ചതോ മറ്റേ വിശ്വാസം. ഒരു പേടി ശിർക്ക്, മറ്റേ പേടി ശിർക്കല്ല. ആ പേടി റബ്ബിനോടേ പാടുള്ളൂ. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ഗൈബായ നിലയ്ക്ക് റബ്ബിനെ ഭയപ്പെടുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവർക്കാണ് വിജയമുള്ളത്. ആ പേടിയാണ് അവിടെ വഴിമാറിയത്. ഇനി സ്നേഹത്തിൽ ശിർക്കുണ്ട്. ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. റബ്ബിനെ സ്നേഹിക്കും പോലെ പങ്കുകാരെ സ്നേഹിക്കുന്നവർ ജനങ്ങളിൽ ഉണ്ട്. സൂറത്ത് ബഖറ. അതെങ്ങനെ റബ്ബിനെ സ്നേഹിക്കും പോലെ പങ്കുകാരെ സ്നേഹിക്കാം? സ്നേഹത്തിന്റെ അളവല്ല ഉദ്ദേശിച്ചത് അവിടെ, സ്നേഹത്തിന്റെ മാനദണ്ഡം.
റബ്ബിനെ സ്നേഹിക്കുന്ന സ്നേഹം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സ്നേഹമാണ്. എന്നാൽ ഉമ്മയെ, വാപ്പയെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ എല്ലാം സ്നേഹിക്കുന്ന സ്നേഹമോ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ്. ആ സ്നേഹം എത്ര അളവിലുണ്ടായാലും ആ സ്നേഹം ശിർക്കാവില്ല. എന്നാൽ റബ്ബിനോടുള്ള ആ സ്നേഹമുണ്ടല്ലോ, കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സ്നേഹം, അത് ആരിലേക്ക് പോയാലും വിപുലാർത്ഥമുള്ള ഒരു സാങ്കേതിക പദമാണ്. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാല ബന്ധങ്ങൾക്കതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. കഴിയുമെന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. ആ വിധത്തിലുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, വ്യക്തിക്ക് മാത്രമല്ല പറഞ്ഞത്, ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ മുമ്പിൽ, അവന്റെ അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന താഴ്മ, വിനയം, വിധേയത്വം, സ്നേഹം, ഭയം, പരമേൽപ്പനം, ധനവ്യയം, അന്നപാനാദികൾ ഉപേക്ഷിക്കൽ, അവയവങ്ങളുടെ ചലനം, നേർച്ച, വഴിപാട് തുടങ്ങിയ സർവ കാര്യങ്ങളും ആരാധന വകുപ്പിൽ ഉൾപ്പെടുന്നു. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നവനെ നോക്കുക, അവന്റെ അവയവങ്ങളും ശരീരവും ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവിടെ നമസ്കാരവും നോമ്പും ഒന്നുമില്ലല്ലോ. എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. അതുകൊണ്ട് ഇബാദത്തിന് അർഹൻ അവൻ മാത്രമാണ്. അതാണ് തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഇത് പ്രകാരം സ്നേഹം, ഭയം, വിധേയത്വം, വിനയം, താഴ്മ, പണം ചെലവഴിക്കൽ, അവയവങ്ങൾ ചലിപ്പിക്കൽ, അതുപോലും ഇബാദത്തായി മാറും. പക്ഷെ ഇബാദത്തായി മാറണമെങ്കിൽ അഭൗതിക മാർഗത്തിൽ ഗുണവും ദോഷം വരുത്താൻ കഴിവുണ്ട് എന്ന വിശ്വാസം അതുണ്ടാകും. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞത്, വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നതായി കണ്ടാൽ പോലും അവൻ പെട്ടെന്ന് മുസ്ലിക്കാണെന്ന് പറയരുത്. ഓൻ എന്തിനാ കിടക്കുന്നത്, ഓന്റെ ഉദ്ദേശം എന്താ നോക്കണം. ചിലപ്പോ താഴെ സാധനം മുഴുവൻ എടുക്കാൻ വേണ്ടി കിടന്നായിരിക്കും, ഓൻ ശിർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് ഉമർ മൗലവി പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. ശരി, ഞാൻ അടുത്ത